മോദിക്ക് ആത്മീയെന്ന് നിങ്ങൾ മോഡിയുടെ ആളാണോ എന്ന് ചോദിക്കുന്നത്. ഒരു 12 അല്ലെങ്കിൽ ഒരു 16 മണിക്കൂറിനകത്ത് 5ഓളം ഗൾഫ് GCC രാജ്യങ്ങളുടെ തലവന്മാരോട്ടാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. അവിടുത്തെ നമ്മുടെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ നമ്മുടെ എംബസികൾ 24/7 പ്രവർത്തിക്കുന്നു. ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ പ്രധാനമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പം പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാം ട്രോൾ, എന്തിനാണ് പ്രധാനമന്ത്രി ഇങ്ങനെ പോകുന്നത്, പ്രധാനമന്ത്രിക്ക് എന്തോ യാത്ര ചെയ്യാൻ. പ്രധാനമന്ത്രി പോകുന്ന സ്ഥലങ്ങൾ നമ്മൾ പരിശോധിക്കും. എവിടെയെങ്കിലും ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ സന്ദർശിക്കാൻ അദ്ദേഹം പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ട്രാവൽ തന്നെ നമ്മളൊന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കണം. നമ്മളൊരു സ്റ്റഡീസിന് വിധേയമാക്കി കഴിഞ്ഞാൽ അദ്ദേഹം യാത്ര ചെയ്യുന്നതെല്ലാം രാത്രിയിലാണ്. അദ്ദേഹത്തിന് ഉറങ്ങേണ്ട സമയം അദ്ദേഹം ഫ്ലൈറ്റ് ചെലവഴിച്ചുകൊണ്ട് ഒരു ദിവസം പോലും സ്പോയിൽ ചെയ്യാതെ പിറ്റേന്ന് മോർണിംഗിൽ ആ രാജ്യത്തെത്തുകയാണ് അദ്ദേഹം. അവിടുത്തെ രാഷ്ട്രത്തലവന്മാരെ കൂടിക്കാഴ്ച നടത്തുന്നു. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ അദ്ദേഹം പരിശ്രമിക്കുന്നു. നമുക്ക് ഇന്ന് ഇന്ത്യക്ക് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയുടെ സ്ഥാനം വളരെ വലുതാണ്. ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി എൻ്റെ ബ്രദറാണെന്ന് പറയും. ഓരോരുത്തരെ എടുത്ത് നമ്മൾ പരിശോധിച്ചു. ലോകത്തെ മുസ്ലിം രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ ഇത് BJP പറഞ്ഞ ഏറ്റവും വലിയ ആരോപണം ഞങ്ങൾ ഹിന്ദു പാർട്ടിയുടെ മുസ്ലിങ്ങൾക്കെതിരാണെന്നാണല്ലോ. നമുക്ക് മുസ്ലിം രാഷ്ട്രങ്ങളിലെ തലവന്മാർ പോലും നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ട് വലിയ ബന്ധത്തിലാണ്. എത്രയോ രാജ്യങ്ങൾ, അതുകൊണ്ട് 20-23 രാജ്യങ്ങൾ അവരുടെ പരമോന്നത ബഹുമതി കൊടുത്ത് നമ്മുടെ പ്രധാനമന്ത്രി ആദരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് ഇന്ന് ആശങ്കയില്ല. ഒരു രാജ്യത്ത് താമസിക്കാനും ആശങ്കയില്ല. ഇന്ന് അഭിമാനത്തോടെ താമസിക്കുന്നത്. പണ്ടൊക്കെ ആൾക്കാർ പറയും, ഗൾഫിലൊക്കെ പോകുന്നവർ ഈ നമ്മുടെ പാസ്പോർട്ട് കാണുന്ന സമയത്ത് ഈ ഇമിഗ്രേഷനിലൊക്കെ ഇരിക്കുന്ന വിദേശ രാജ്യങ്ങളിലെ ഉദ്യോഗസ്ഥന്മാർക്ക് പുച്ഛമാണ്. ഇനി നിങ്ങൾ മോഡിയുടെ ആളാണോ എന്ന് ചോദിക്കുന്നത്. അത്രയ്ക്ക് ബഹുമാനമാണ്. നോക്കൂ,